ദി ഡെയിലി ഹീലിൻ്റെ രണ്ടാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദി ഡെയിലി ഹീലിൻ്റെ ഫസ്റ്റ് വീഡിയോയ്ക്ക് നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വിരശല്യം, വേം ഇൻഫെസ്റ്റേഷൻ അല്ലെങ്കിൽ വിരശല്യം എന്നതിനെക്കുറിച്ചാണ്. കുട്ടികളിൽ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഈ വിരശല്യം. നമുക്കറിയാം, നമ്മുടെ കുട്ടികളിൽ പലരും ഈ വിരശല്യം കാരണം ബുദ്ധിമുട്ടുന്നവരാണ്. അപ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന വിരശല്യവും അതിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങളും ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് പാരൻസ് എങ്ങനെ മനസ്സിലാക്കണം, കുട്ടികളിൽ വിരശല്യമുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ സമയത്ത് മെഡിസിൻ കൊടുക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് അവർ ഈ വിരശല്യമുള്ള കുട്ടികൾ കാണിക്കുക എന്ന കാര്യങ്ങൾ പാരൻസ് അറിഞ്ഞിരിക്കണം. കുട്ടികളിൽ മാത്രമല്ല മുതിർന്നവരിലും വിരശല്യം കണ്ടുവരാറുണ്ട്. ഈ കുട്ടികളുടെ വയറിനകത്ത് പ്രവേശിക്കുന്ന ചെറിയ ചെറിയ പുഴുക്കൾ, അതായത് ഈ വേംസ് എല്ലാം, വിരയെല്ലാം ഒരു പാരസൈറ്റ്സ് ആണ്. അപ്പോൾ ഈ പാരസൈറ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾ കഴിക്കുന്ന പോഷകാഹാരങ്ങളെല്ലാം വലിച്ചെടുത്തിട്ടാണ് അത് അവിടെ സർവൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ഒരുപാട് രീതിയിലുള്ള പോഷകാഹാരക്കുറവും അല്ലെങ്കിൽ കുട്ടികൾക്ക് വളർച്ചയില്ലായ്മയും ഉള്ള പല ബുദ്ധിമുട്ടുകളും കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. 4 തരം വിരകളാണ് പ്രധാനമായും കാണപ്പെടുന്നത്. അതിലൊന്നാണ് പിൻ വേംസ്. ഇത് മണ്ണിലാണ് കാണപ്പെടുന്നത്. മണ്ണിൽ നിന്നാണ് ഇതിൻ്റെ ഇൻഫെക്ഷൻ ആരംഭിക്കുന്നത്. അതായത് നമ്മുടെ കുട്ടികൾ മണ്ണിൽ കളിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ മണ്ണിൽ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ നഖത്തിനടിയിൽ ഈ പിൻ വേംസിൻ്റെ മുട്ട അടിഞ്ഞുകൂടുകയും പിന്നീട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് കുട്ടികൾ കൈയൊന്നും കഴുകാതെയാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അത് കുട്ടികളുടെ കയ്യിൽ നിന്ന് കുട്ടികളുടെ കുടലിലേക്ക്, വയറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പിൻ വേംസ് കുടലിലെത്തിയ ശേഷം അവിടെ നിന്നും മലദ്വാരത്തിലേക്ക് രാത്രി സമയത്ത് പിൻ വേംസിലുള്ള പെൺവിരകൾ രാത്രി സമയമാവുമ്പോൾ കുടലിൽ നിന്ന് മലദ്വാരത്തിലേക്ക് പോവുകയും അവിടെ ചെന്ന് അത് മുട്ടയിടുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ മുട്ടയിടാൻ പോകുന്ന സമയത്ത് ഈ പെൺവിരയുടെ വാലിൻ്റെ അറ്റം, അതായത് ഈ കൂർത്ത് നിൽക്കുന്ന, അതായത് ഒരു ഷാർപ്പായിട്ടുള്ള ഒരു അറ്റമാണ് അതിൻ്റേത്. അപ്പോൾ ആ വാലിൻ്റെ അറ്റം മലദ്വാരത്തിൻ്റെ ചുറ്റും എത്തുന്ന സമയത്ത് കുട്ടികൾക്ക് ഇച്ചിങ് അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് വിരശല്യമുള്ള കുട്ടികളിൽ പൊതുവെ രാത്രി സമയത്ത് നന്നായിട്ട് മലദ്വാരത്തിൻ്റെ അവിടെ ഇച്ചിങ് അല്ലെങ്കിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത്. ചില സമയത്ത് കുട്ടികളിൽ ഈ ചൊറിച്ചിലുള്ള സമയത്ത് നമ്മൾ മലദ്വാരത്തിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ചെറിയ ചെറിയ നൂല് പോലെയുള്ള വേംസ് കാണപ്പെടാറുണ്ട്. അതാണ് പിൻ വേംസ്. വളരെ ചെറിയ ഉള്ളത്, 1 സെൻറ്റിമീറ്റർ മാത്രം നീളമുള്ള ചെറിയ ചെറിയ നൂല് പോലെയുള്ള പിൻ വേംസിനെ നമുക്ക് കാണാൻ പറ്റും രാത്രി സമയത്ത്. അടുത്തത് റൗണ്ട് വേമാണ്. ഈ റൗണ്ട് വേം എന്ന് പറയുന്നത് ഉരുണ്ട വിര എന്ന് പൊതുവെ അറിയപ്പെടാറുണ്ട് ഇതിനെ. ഇതിൻ്റെ ഇൻഫെക്ഷൻ തുടങ്ങുന്നത് മലിനജലമായിക്കോട്ടെ, അല്ലെങ്കിൽ കേടുവന്ന ഭക്ഷണം, അല്ലെങ്കിൽ പിന്നെ പെറ്റ് ആനിമൽസിൽ ചെറിയ ചെറിയ രീതിയിലുള്ള റൗണ്ട് വേംസ് കാണപ്പെടാറുണ്ട്. അത് കുട്ടികൾ അതുമായിട്ട് കളിക്കുമ്പോൾ, അല്ലെങ്കിൽ പൂച്ചയോ എന്തെങ്കിലും റാബിറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും പെറ്റ് ആനിമൽസുമായിട്ട് കുട്ടികൾ കളിക്കുന്ന സമയത്ത് അതിൽ നിന്ന് കുട്ടികളുടെ കയ്യിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കുട്ടികളുടെ അകത്ത് ഈ റൗണ്ട് വേം ഇൻഫെക്ഷൻ നടക്കാറുണ്ട്. അടുത്തത് ഹുക്ക് വേംസ് അല്ലെങ്കിൽ കൊക്കപ്പുഴു എന്നാണ് ഇതിനെ പറയുന്നത്. ഈ ഹുക്ക് വേംസിൻ്റെ ഇൻഫെക്ഷൻ തുടങ്ങുന്നതും മണ്ണിൽ നിന്ന് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ലാർവയാണ് മണ്ണിൽ നിന്നും മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് പോകുന്നത്. അതായത് ചെറിയ കുട്ടികൾ നടക്കുന്ന, അല്ലെങ്കിൽ ചെരുപ്പൊന്നും ഇടാതെ, കാലിൽ ചെരുപ്പൊന്നും ഇടാതെ മണ്ണിൽ കളിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള മുറിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മുറിവിൽ കൂടെ ഈ ഹുക്ക് വേംസിൻ്റെ ലാർവ രക്തത്തിൽ പ്രവേശിക്കുകയും അവിടെ നിന്ന് അത് ലങ്സിലോട്ടാണ് പോകുന്നത്. ലങ്സിലേക്ക് പ്രവേശിക്കുകയും ലങ്സിൽ നിന്ന് അത് തൊണ്ടയിലൂടെ വീണ്ടും കുടലിലേക്ക് ചെല്ലുകയുമാണ് ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും അത് മലവിസർജനം ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഹുക്ക് വേം ഇൻഫെക്ഷൻ നടക്കുന്നത്. അടുത്തത് ടേപ്പ് വേമാണ്. ടേപ്പ് വേം പൊതുവെ കാണപ്പെടുന്നത് മീറ്റിലാണ്. ബീഫിൽ നിന്നൊക്കെയാണ് ഈ ടേപ്പ് വേം ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. അതായത് നമ്മൾ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യാതെയാണ് കഴിക്കുന്നതെങ്കിൽ, ഈ ബീഫെല്ലാം പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യാതെ കഴിക്കുകയാണെങ്കിൽ അതിലൂടെയാണ് നമുക്ക് ഈ ടേപ്പ് വേം അല്ലെങ്കിൽ നാടവിര ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. വിരശല്യമുള്ള കുട്ടികളിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക എന്നതാണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാനമായും മലദ്വാരത്തിൻ്റെ അവിടെ ഉണ്ടാകുന്ന ചൊറിച്ചിൽ കുട്ടികളിൽ കാണപ്പെടാറുണ്ട്. അത് കാരണം കുട്ടികൾക്ക് രാത്രി ഉറക്കമില്ലാത്ത, അതായത് ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവുക, പിന്നെ അതുപോലെ തന്നെ അതികഠിനമായിട്ടുള്ള വയറുവേദന ഉണ്ടാവുക, മലബന്ധം ഉണ്ടാവുക, ഡയറിയ ഉണ്ടാവുക, ഛർദി, ചുമ, പനി ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഹുക്ക് വേം ഇൻഫെക്ഷൻ ആണെങ്കിൽ ചുമ അല്ലെങ്കിൽ പനി, അതിൻ്റെ കൂടെ വയറുവേദന അല്ലെങ്കിൽ അതുപോലെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവാറുണ്ട്. അനുഭവപ്പെടുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ വയറിനകത്ത്, അതായത് കുടലിൽ ഈ വേംസ് എല്ലാം ചുരുണ്ടുകൂടി ഒരു ഗോളാകൃതിയിലാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് മലവിസർജനത്തിന് ബുദ്ധിമുട്ടുണ്ടാവുകയും അതുമൂലം മലബന്ധം ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. വിശപ്പില്ലായ്മ ഉണ്ടാവാറുണ്ട്. വിശപ്പില്ലായ്മ ഉള്ളത് കൊണ്ട് തന്നെ ഒന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ഉണ്ടാവും. കുട്ടികൾക്ക് വളർച്ചയുണ്ടാവില്ല. പിന്നെ ചില കുട്ടികൾ ഭക്ഷണം കഴിക്കുമെങ്കിലും അവർക്ക് നല്ല രീതിയിലുള്ള ഒരു വെയിറ്റ് ഗെയിൻ ഉണ്ടാവില്ല. കാരണം അവർ കഴിക്കുന്ന പോഷകാഹാരങ്ങളെല്ലാം വലിച്ചെടുക്കുകയാണ് അവരുടെ വയറിനകത്തുള്ള വിരകൾ ചെയ്യുന്നത്. അടുത്ത നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണ് ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക എന്നതാണ്. എങ്ങനെ നമ്മൾ ഇതിനെ തടയാം, ഈ ഇൻഫെക്ഷൻ എങ്ങനെ നമുക്ക് തടയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് വ്യക്തി ശുചിത്വം എന്നത്. വ്യക്തി ശുചിത്വം പാലിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് നമ്മളും നമ്മളുടെ വീട്ടുകാരെ അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികളെയും നമ്മളത് ശീലിപ്പിക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം.
കുട്ടികളുടെ നഖം വെട്ടി വൃത്തിയാക്കി കൊടുക്കുക. ചെറിയ കുട്ടികളാണെങ്കിൽ അവരുടെ നഖമെല്ലാം വെട്ടി നീറ്റാക്കി കൊടുക്കുക. കുട്ടികളെ ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യിപ്പിക്കുക. അതായത് മലമൂത്ര വിസർജനം ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ അത് നമ്മളുടെ ടോയ്ലറ്റിനകത്ത് തന്നെ മലമൂത്ര വിസർജനം ചെയ്യാനുള്ള ഇത് ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് കഴുകേണ്ടത് എങ്ങനെയാണ്, അത് കഴിഞ്ഞ് കൈ എങ്ങനെ വൃത്തിയാക്കണം, അതുപോലെയുള്ള കാര്യങ്ങൾ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുക. മണ്ണിൽ ചെരുപ്പിട്ടുകൊണ്ട് മാത്രം കളിക്കാൻ അനുവദിക്കുക. പിന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ചെറുപ്പത്തിലേ അതേ കുട്ടികളെ ശീലിപ്പിക്കുക. അതുകൂടാതെ ഭക്ഷണം നമ്മളെന്തെങ്കിലും ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അവരോട് കഴിക്കാൻ പറയുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ മുൻകരുതലുകൾ എടുക്കുകയാണെങ്കിൽ കുട്ടികളിൽ ഒരു പരിധിവരെ ഈ വിരശല്യം ഉണ്ടാകുന്നത് നമുക്ക് തടയാൻ സാധിക്കും. ഹോമിയോപ്പതിയിൽ ശാരീരിക ലക്ഷണങ്ങൾ അനുസരിച്ച് സിന, ട്യൂക്രിയം പോലുള്ള മെഡിസിൻസ് കൊടുക്കാറുണ്ട്. ചില കുട്ടികളിൽ വിരയുടെ മരുന്ന് കഴിച്ചതിന് ശേഷവും വിരശല്യം ഉണ്ടാവാറുണ്ട്. അതായത് ഒരു മാസത്തിനടുപ്പിച്ച്, അതായത് ഇപ്പോൾ ഒരു കുട്ടി എക്സാമ്പിളായിട്ട് ഒരു കുട്ടി മെഡിസിൻ കഴിച്ച് ഒരു മാസം കഴിയുന്നതിന് മുമ്പ് വീണ്ടും ആ കുട്ടിക്ക് വിരശല്യം ഉണ്ടാവുകയാണെങ്കിൽ അതിനർത്ഥം വീട്ടിൽ വേറെ ആർക്കെങ്കിലും വിരശല്യം അല്ലെങ്കിൽ ഇതിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ട് എന്നാണ്. അപ്പോൾ കുട്ടിക്ക് ഡീവാമിങ്ങിന് മെഡിസിൻ കൊടുക്കുന്ന സമയത്ത് തന്നെ വീട്ടിലുള്ള ബാക്കി എല്ലാവരും ഡീവാമിങ്ങിന് ഉള്ള മെഡിസിൻസ് കഴിച്ചിരിക്കണം. അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇത് നമുക്ക് തടയാൻ സാധിക്കും. കാരണം നമ്മൾ ഒരേ വീട്ടിലാണ് താമസിക്കുന്നത്, എല്ലാവരും ഒരേ ടോയ്ലറ്റാണ് ഷെയർ ചെയ്യുന്നത്. അതുവഴി എല്ലാവർക്കും പടരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡിവാമിംഗ് മെഡിസിൻ കുട്ടിക്ക് എപ്പോഴാണോ കൊടുക്കുന്നത് ആ സമയത്ത് തന്നെ വീട്ടിലുള്ള ബാക്കി എല്ലാവരും കൂടെ മെഡിസിൻ കഴിക്കുകയാണെങ്കിൽ അത് ഒരു പരിധിവരെ കുട്ടിക്ക് വീണ്ടും ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് തടയാൻ സാധിക്കും. അതുപോലെ വിരശല്യം ഇല്ലാതാക്കാൻ വേണ്ടി വീട്ടിൽ തന്നെ, അതായത് ചില ഹോം റെമഡീസ് അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ മഞ്ഞളിൽ നിന്ന് ഒരു നുള്ളു മഞ്ഞൾ ഇളം ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് രാവിലെയും രാത്രിയും കഴിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ വിരശല്യം നമുക്ക് തടയാവുന്നതാണ്. അതുകൂടാതെ കുട്ടികളിൽ മലദ്വാരത്തിൻ്റെ അവിടെ ഭയങ്കരമായിട്ട് ചൊറിച്ചിലുള്ള കുട്ടികളാണെങ്കിൽ ആര്യവേപ്പിൻ്റെ പേസ്റ്റ് എടുത്ത് ആര്യവേപ്പിൽ വെള്ളത്തിലിട്ട് ചൂടാക്കിയിട്ട് ആ വെള്ളം ഉപയോഗിച്ച് മലദ്വാരത്തിൻ്റെ ഭാഗം കഴുകി കൊടുക്കാവുന്നതാണ്. അതുപോലെ വെളുത്തുള്ളിയും ഇതിന് ഒരു നല്ല ഒരു മെഡിസിനാണ്. അതായത് വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചിലർ കുറച്ച് എമൗണ്ട് മാത്രം എടുത്ത് തേനിലോ വെള്ളത്തിലോ മിക്സ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. പൊതുവേ ഈ ഡീവോമിങ്ങിൻ്റെ മെഡിസിൻസ് കൊടുക്കുമ്പോൾ ആദ്യം ഫസ്റ്റ് ഡോസ് കഴിഞ്ഞിട്ട് ഒരു 14 ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത ഡോസ് കഴിക്കാൻ പറയാറ്. അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ പിൻവാംസിനെ കില്ല് ചെയ്യുന്നത്, ഫസ്റ്റ് ഡേ മെഡിസിൻ കൊടുക്കുമ്പോൾ പിൻവാംസിനെ കില്ല് ചെയ്യും. വീണ്ടും അതിൻ്റെ എഗ്ഗ് അല്ലെങ്കിൽ ലാർവ നമ്മുടെ ശരീരത്തിൽ ബാക്കിയുണ്ടാവും. അപ്പോൾ ഇതിനെ നശിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ നശിപ്പിക്കണമെങ്കിൽ വീണ്ടും 14 ഡേയ്സ് കഴിയുമ്പോൾ അത് മെച്യൂർ ആയിട്ടുള്ളൊരു പിൻവോമായിട്ട് മാറും. അപ്പോൾ ഈ വേംസിനെ 14 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും ആ വേംസിനെ നമുക്ക് കില്ല് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് ഡോസ് കഴിഞ്ഞ് 14 ദിവസം ഗ്യാപ്പ് കൊടുത്ത് വീണ്ടും 14ാമത്തെ ദിവസം സെക്കൻഡ് ഡോസ് കഴിക്കാൻ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.